ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണ്. കണ്ടില്ല, അരയന്നത്തിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും തെർമോകോൾ കൊണ്ടാണ്. തെർമോകോളിൻ്റെ 4 സ്ക്വയർ പീസ്, അതായത് ഇത് തിക്നെസ് ഉള്ള തെർമോകോളാണ്. ഒരു പീസിന് 55 റുപ്പീസ് ആണ്. അപ്പോൾ അതിൽ നല്ല തിക്കായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു അരയന്നത്തിനെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും തിക്നെസ്സോട് കൂടിയ പല തിക്നെസ്സോട് കൂടിയുള്ള തെർമോകോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്നെസ്സാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, ഒരു സ്ക്വയർ പീസ് എടുത്ത് അതിൽ ഷേപ്പ് വരച്ച്, ഒരു അരയന്നത്തിൻ്റെ ഷേപ്പ് വരച്ച് അത് കട്ട് ചെയ്തെടുക്കുക. അതിന് കട്ടിംഗ് ബ്ലേഡ് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഷാർപ്നെസ്സോടുകൂടിയുള്ള കട്ടിംഗ് ബ്ലേഡാണ്. അപ്പോൾ അത് വെച്ച് ഔട്ട്ലൈൻ ഇട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെന്ന് വെച്ചാൽ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്ത് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. കുറച്ച് റൗണ്ട് ഷേപ്പോടുകൂടി ചെയ്തെടുക്കാനായിട്ടാണ്. നല്ല റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തെർമോകോളിൻ്റെ പീസ് കൂടിയിരിക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്കൊരു അരയന്നത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്ന ഒരു അരയന്നമാണ്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടില്ല, നല്ല വീതിക്ക് നമ്മൾ നല്ല കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 പീസ് ഒരുമിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച്, അതായത് ഇതിൽ ഒട്ടിക്കുന്ന ഫെവിബോണ്ടോ മറ്റൊന്നും, ഫെവിബോണ്ടാണെങ്കിൽ അത് ഉരുകിപ്പോകും. അപ്പം നല്ല ഫെവിക്കോളിൻ്റെ MR കിട്ടും. അപ്പോൾ ആ ഒരു ഫെവിക്കോൾ വെച്ചാണ് ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഒട്ടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് 2 സൈഡും കുറച്ച് നമ്മൾ ആ ഒരു അതിൻ്റെ വിങ്സിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒന്ന് ബാലൻസ് ഉള്ള ഒരു ഷീറ്റിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അപ്പം അതിൽ ഇത് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് നമുക്ക് വേണ്ടുന്ന ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. കാരണം ആ ഒരു ബോഡി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് ചരിച്ച് വെച്ച് നമ്മളതിനെ നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 or 4 ഒരേ ഷേപ്പിലത് തന്നെ ഒട്ടിച്ചൊട്ടിച്ച് വലുത് ചെറുത്, അതിൽ ചെറുത്, ഏറ്റവും ചെറുത്, അങ്ങനെ ഒരു ഹൈറ്റ് അനുസരിച്ച്, അങ്ങനെ ഒരു മീഡിയം, അതിൽ ഏറ്റവും ചെറുത്, ആ ഒരു മോഡലിൽ അത്രയും കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല കറക്റ്റിലി ആ ഒരു അരയന്നത്തിൻ്റെ ബോഡി ഉരുണ്ടിരിക്കുന്ന ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം അത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരു 4 ലെയർ മാത്രമേ ഞാൻ ചെയ്തു. 2 ലെയർ വിങ്സിന് വേണ്ടിയിട്ടും ബാക്കി 2 ലെയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആ 2 സൈഡിലേക്കുമാണ്. അപ്പോൾ തെർമോകോളിൻ്റെ അലർജി ഉണ്ട്, അതുകൊണ്ടാണ് ഈ മാസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കാരണം ഈ തെർമോകോളിൻ്റെ ചെറിയ പൊടികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് അലർജി ആയിട്ട് വരും. അപ്പം കണ്ടില്ലേ, ആ ഒരു കാല് സ്റ്റാൻഡാക്കിക്കൊണ്ട് 2 സൈഡിലും ആ ഒരു വിങ്സ് ഒട്ടിച്ചെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം അത് ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞ് ഫെവിക്കോളിലാണ് ഒട്ടിച്ച് വെച്ചത്. ഇതെന്ന് വെച്ചാൽ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മളതൊരു കാർവിങ് ചരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം വേണം അതെടുത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഉണ്ടല്ലേ, അത് ഒട്ടിക്കേണ്ട രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒന്ന് ചരിച്ച് വെച്ച് ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പിൽ പതുക്കെ അതിനെ ചീവി എടുക്കുകയാണ്. കാർവിങ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വുഡിൽ കാർവ് ചെയ്യുന്ന കണക്ക് തന്നെ വളരെ സാവകാശം, നല്ല ബ്ലേഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിചാരിക്കുന്ന ഷേപ്പിൽ അതിനെ ചീവി, കണ്ടില്ലേ, ഒരു പ്രാവശ്യം പോരാ, അതിനെ 2-3-4 പ്രാവശ്യം അത് നമ്മുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ആ ഒരു മുഖം ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ തക്ക വിധത്തിൽ കട്ട് ചെയ്ത് 3-4 പ്രാവശ്യം
ഇങ്ങനെ കട്ട് ചെയ്ത് ചീവിയാണ്, ചരിച്ചാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഓരോ പോർഷനും. ഇതിപ്പോൾ നെഗിൻ്റെ പോർഷൻ അല്ലേ ആയുള്ളൂ, അതുപോലെ തന്നെ ബോഡിയുടെ ആ ഒരു മുതുക് ഭാഗവും താഴത്തെ ഭാഗവും അതുപോലെ തന്നെ ആ ഒരു ചിറകിൻ്റെ ഭാഗവും ഇവിടെ എല്ലാം ഇതുപോലെ ചീവി നമ്മളതിനെ റൗണ്ട് ഒരു ഉരുളൻ കഴുത്താക്കി എടുക്കാൻ പറ്റും. ഉരുളൻ കഴുത്താക്കി നമുക്ക് എടുക്കാൻ പറ്റും. സ്ക്വയറായിട്ടിരിക്കുന്ന അതിനെ ആദ്യമേ അതൊന്ന് ചീവിയതിനു ശേഷം ഇതെന്ന് വെച്ചാൽ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗമാണ് ഒന്ന് കൊതച്ച് എടുക്കുമ്പോഴത്തേക്ക് അത് ക്ലിയറായിട്ട് വരും. അതിനുശേഷം അവിടെയും ഒന്ന് ചീവി റെഡിയാക്കിയാണ് കണ്ടത്, ഒന്ന് ചെത്തി ചീവി അതിനെ റെഡിയാക്കി കഴിഞ്ഞ് രണ്ട് ഭാഗവും ഇനിയും നമുക്ക് കുറച്ചും കൂടി അതിനെ റൗണ്ടാക്കി ചെയ്യാം. ഒരേപോലെ ചെയ്തിട്ട് ചെറുത് വലുതാക്കി നമുക്ക് കറക്റ്റിലി അതിനെ നല്ല ഉരുളൻ അരയന്നമാക്കി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ക്ലേയിൽ ചെയ്യുന്ന കണക്ക് തന്നെ നമുക്കിതിലും കർവ് ചെയ്ത് ഇതുപോലെ ചെത്തി നമുക്ക് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അത്രയും ക്ഷമയോടെ നമ്മൾ സാവകാശം എഴുതാൻ കണ്ടില്ലേ, ചീവി തന്നെ എടുക്കാൻ പറ്റും. ആ ഒരു ഷേപ്പ് വളച്ച് തന്നെ നമുക്കത് ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ചീവി അതിനെ റൗണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ ചെത്തി കളഞ്ഞ് എടുക്കുകയാണ്. അത് കണ്ടില്ല, അത് ഇതിൽ കാണുന്ന കണക്ക് തന്നെ നമുക്ക് വളരെ സാവകാശം കുറച്ച് ക്ഷമയോടെ ഇരിക്കാമെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ അരയന്നമാക്കി തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇത് ഇത്രയും കർവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൊണ്ട് അരയന്നത്തിനെ കറക്റ്റ് ചെയ്യാം. ഒന്നും കൂടിയൊക്കെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ചിറകിൻ്റെ അവിടെ ഒന്നും കൂടി ചെയ്തിട്ട് അതിനെ വീണ്ടും നമുക്ക് ചീവി അതിനെ റൗണ്ട് ചെയ്യാം. പക്ഷേ അത്രയും തെർമോക്കോളും കൂടി നമ്മളതിൽ ഒട്ടിച്ചെടുക്കേണ്ടി വരും. അത്ര തെർമോക്കോൾ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കഴുത്തിൻ്റെ ആ നെക്കിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടി രണ്ട് സൈഡിലും അതേപോലെ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ചീകി മിനുസപ്പെടുത്തി എടുക്കാം, നല്ല ബ്ലേഡാണെങ്കിൽ. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ബോഡിയെല്ലാം നമ്മൾ അത്ര കൊണ്ട് റെഡിയാക്കി കഴിഞ്ഞ് ഇനി ചിറകാണ്. ഒരു കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ടാണിത് ചെയ്ത കണ്ടില്ല. വലിയ അരേനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ചിറകെന്ന് വെച്ചാൽ വലിയ മുട്ടുപിൻ തന്നെ കിട്ടും, ബിഗ് പിൻ കിട്ടും. അത് വെച്ചാണ് ഇൻസേർട്ട് ചെയ്തത്. ഇനി കളർ ചെയ്ത് എടുത്താൽ മതി. ആ വൈറ്റ് കളർ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇത് വൈറ്റ് ആയതുകൊണ്ട് അക്ലിക് കളർ തന്നെയാണ് യൂസ് ചെയ്തത്. ഉണ്ടല്ലേ, സൂപ്പറാക്കി എടുക്കാൻ പറ്റും. അത് സ്റ്റേജിലോട്ട് വന്നപ്പം കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്.